ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 4 മണിക്ക് കഴിക്കാൻ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. നൈസായിട്ടുള്ള അരിപ്പൊടി, അപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ്. അതുപോലെ തന്നെ നല്ല വെട്ടി തിളച്ച വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര. അത് നമുക്ക് മധുരത്തിന് ആവശ്യമായ രീതിയിൽ എത്ര ക്യൂബ് വേണം, നിങ്ങൾക്ക് എത്ര വേണോ അത്ര ആവശ്യത്തിന് എടുക്കാം. നല്ല മധുരം വേണ്ടവർക്ക് നല്ലതായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് ചിരണ്ടിയെടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്ക നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് പൊടിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. തിളച്ച വെള്ളം നമ്മൾ അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. നമ്മൾ കുഴച്ച് സെറ്റാക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഉരുകി വരുമ്പോൾ അതിൻ്റെ അരിച്ചിട്ട് നമ്മളതിൻ്റെ വേസ്റ്റ് കല്ലൊക്കെ കാണും ഇതിനകത്ത്, അതെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ഇടുക. തേങ്ങ ചിരകിയതിടുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ചിരകിയതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കായില്ലേ, ആ ഏലക്കായും കൂടി അതിനകത്തായിട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങയും ശർക്കരയും ഏലക്ക പൊടിച്ചതും കൂടിയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരു കുഞ്ഞ് ബോളാക്കി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇതുപോലെ ഇരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ശർക്കര ഉരുക്കിയതും തേങ്ങയും ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബോളാക്കി ഉരുട്ടുക. എന്നിട്ട് അതിനൊരു ചെറിയൊരു കുഴി പോലെ ആക്കി എടുക്കണം. നമുക്ക് ഈ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ്. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതിനുള്ള അതിൻ്റെ തേങ്ങയും ശർക്കരയും അതിലേക്ക് കോരിയിട്ട് എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്സ് പുറത്ത് പോകാത്ത രീതിയിൽ ഈ മാവ് കൊണ്ട് തന്നെ അതിനെ കവർ ചെയ്യും. എന്നിട്ട് ഒന്നും കൂടി ബോൾ പോലെ ഉരുട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊഴുക്കട്ടയുടെ ഷേപ്പ് ഇടാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ റൗണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ മൊത്തം നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിതൊരു അപ്പച്ചെമ്പിലാണ് വെച്ചിരിക്കുന്നത്. അരിപ്പ പാത്രത്തിൻ്റെ മേളിലാണ് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത്. എല്ലാം പല പല ഷേപ്പാണ്. അപ്പോൾ വേവ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. ഇനി നമുക്ക് വെന്തിട്ട് നോക്കാം. 20 മിനിറ്റ്സാണ് ഇതിന് വേവാനായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഴുക്കട്ട. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നിടത്ത് പൊട്ടിച്ചപ്പോൾ നല്ല സോഫ്റ്റാണ് ഗൈസ്. ഇതിൽ നിന്ന് ആവിയൊക്കെ പറക്കുന്നുണ്ട്. അടിപൊളി.